സ്ഥാനാർത്ഥിയും സഹോദരി ഭർത്താവുമായ വർഗീസ് ജോർജിനെതിരെ ഒളിയമ്പുമായി ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ പേരിൽ കൊടുങ്ങല്ലൂരിൽ ആരും മുതലക്കണ്ണീർ ഒഴുക്കേണ്ടെന്ന് ചാണ്ടി ഉമ്മൻ. UDF സ്ഥാനാർത്ഥി ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. അടിയുറച്ച ഒരു കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തിന്റെ പേരിൽ വേറെ ആരും മുതലെടുക്കാൻ ഇങ്ങോട്ട് ഇവിടെ ജനീഷ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്റെ സഹോദര തുല്യനായി ഇവിടെ മത്സരിക്കുക. ഞാൻ മത്സരിക്കുന്ന പോലെ തന്നെ എന്റെ പിതാവിന് ഇഷ്ടം ശ്രീ ജനീഷ് ഇവിടെ നിന്ന് അസംബ്ലിയിലേക്ക് സംശയമില്ല. വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, മറിയം ഉമ്മന്റെ ഭർത്താവാണ് ഈ വർഗീസ് ജോർജ്. അയാളുടെ സ്ഥാനാർത്ഥിത്വം പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുമുണ്ട്. നമുക്കറിയാം, ഈ ചാണ്ടി ഉമ്മനും അതുപോലെ തന്നെ മറിയമും ഒക്കെ UDFന് വേണ്ടി പല മണ്ഡലങ്ങളിലും പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ തന്നെ ഈ വർഗീസ് ജോർജിനെതിരെ ഒളിയമ്പുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അമ്പിളി, ഈ വർഗീസ് ജോർജ് NDA സ്ഥാനാർത്ഥിയാണ്. 2020 NDA സ്ഥാനാർത്ഥിയാണ് കൊടുങ്ങല്ലൂരിലെ. അദ്ദേഹം പലതവണ ഈ പ്രചരണത്തിനെത്തുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് എടുത്തു പറഞ്ഞുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അതായത് ഉമ്മൻചാണ്ടിയുടെ മരുമകനാണ് താൻ എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. അത് ഒരു പ്രചരണ ആയുധമാക്കി മാറ്റരുത് എന്നുള്ളതാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ OJ ജനീഷിന്റെ പ്രചരണ പരിപാടികൾക്ക് എത്തിയപ്പോൾ തുറന്നടിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരും മുതലക്കണ്ണീർ ഒഴുക്കേണ്ട, വിജയം അത് OJ ജനീഷിന് തന്നെ മാത്രമായിരിക്കും കൊടുങ്ങല്ലൂരിൽ എന്ന് എടുത്തു പറയുകയാണ് ചാണ്ടി ഉമ്മൻ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തെ കണ്ടപ്പോൾ, ഈ വർഗീസ് ജോർജിനെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ ഭാഗത്തും, അതായത് തൻ്റെ ഭാര്യ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് പരിപൂർണ പിന്തുണയുണ്ട്. ആ പിന്തുണയോടുകൂടി തന്നെയാണ് ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊക്കെ ഘടകവിരുദ്ധമായി, അല്ലെങ്കിൽ അതിനൊക്കെ തള്ളിക്കളയുന്ന രീതിയിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിൽ പറഞ്ഞത് എന്നുള്ളതാണ്. അതായത് തൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നോ യാതൊരു പിന്തുണയും അദ്ദേഹത്തിനില്ല. തൻ്റെ പിന്തുണ മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ OJ ജനീഷിന് തന്നെയാണ്. ഇവിടെ വിജയിക്കുകയാണെങ്കിൽ, കൊടുങ്ങല്ലൂരിൽ വിജയിക്കുകയാണെങ്കിൽ അത് OJ ജനീഷ് തന്നെയായിരിക്കും അത്തരത്തിൽ വിജയിക്കുക. അല്ലാതെ ഈ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കിയത് കൊണ്ടോ യാതൊരു വിജയവും അവിടെ NDA സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയില്ല. അദ്ദേഹത്തിന്റെ മരുമകനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധമുണ്ട് എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി ഒരു പിന്തുണയും ഉമ്മൻചാണ്ടിയുടെ കുടുംബം അദ്ദേഹത്തിന് നൽകുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് സമാപനം. ഇന്നലെ വൈകിട്ട് നടന്ന ആറാട്ടോടെയാണ് 10 ദിവസത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങിയത്. ആറാട്ട് ഘോഷയാത്ര വിമാനത്താവളത്തിന്റെ റൺവേയിലൂടെ കടന്നു പോകേണ്ടതിനാൽ വൈകിട്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം 5 മണിക്കൂർ അടച്ചിടുകയും ചെയ്തു.